ഇന്ന് ചതുരപ്പുളി ഉപയോഗിച്ച് ഒരച്ചാർ ഉണ്ടാക്കിയാലോ? ഈ ഒരു അച്ചാർ കേട് വരാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ചതുരപ്പുളി എന്നാണ് പറയുക കേട്ടോ, അതായത് സ്റ്റാർ ഫ്രൂട്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു പുളിക്ക് എന്താണ് പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയണേ. ഈ ഒരു ചതുരപ്പുളി ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാൻ അച്ചാറൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും അതുപോലെ കഞ്ഞിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇതാണ് ചതുരപ്പുളി. ഇത് ഞാൻ ഒരുപാട് മൂത്തതല്ല, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ചതുരപ്പുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് എൻ്റെ വീട്ടിൽ തന്നെയുള്ള ചതുരപ്പുളിയാണ്. ഈ ഒരു ചതുരപ്പുളി സീസൺ ആവുന്ന സമയത്ത് ഞാനിതുപോലെ അച്ചാറുണ്ടാക്കി എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചതുരപ്പുളി എടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊന്ന് നന്നായിട്ട് കഴുകി അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ പോക്കിയെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. കുനുകുനാന്ന് ചെറിയ സൈസിലാക്കി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാം. അതല്ല, നിങ്ങൾക്കിനി ആ ഒരു പുളിയുടെ ഷേപ്പിൽ തന്നെയാണ് അരിഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ നീളത്തിലാണ്, റൗണ്ടിലാണ്, എങ്ങനെയാണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ കുനുകുന അരിഞ്ഞാണ് എടുക്കുന്നത്. അരിയുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കുരു ഉണ്ടാവും. ആ ഒരു കുരു കൂട്ടി അരിയരുത്. ആ ഒരു കുരു ഇതിൽ മിക്സ് ആയാൽ ചെറിയൊരു കയ്പ്പ് രസം വരും കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് മൂത്ത പുളി എടുക്കരുതെന്ന് പറയുന്നത്. കണ്ടോ, ഇതിനുള്ളിൽ ഇതുപോലെ ചെറിയൊരു കുരു ഉണ്ടാവും. അപ്പം അത് നമ്മൾ കളയണം. ചെറിയത്, അതായത് മൂക്കാത്തതൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പം അത് ചെറിയൊരു കയ്പ്പ് വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് നേരത്തെ അരിഞ്ഞു വെക്കരുതേ. എപ്പോഴാണോ അച്ചാർ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്ത് ഫ്രഷോട് കൂടി അരിഞ്ഞിട്ട് വേണം ഇത് നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞ് വെക്കുമ്പം തന്നെ ഇതിന് ചെറിയൊരു കളർ ചേഞ്ച് വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ അച്ചാർ ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ അരിഞ്ഞാൽ മതി. പിന്നെ ഇങ്ങനെ നടു ചീന്തിയിട്ട് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്നിങ്ങനെ കറക്കിയെടുത്താലും നമുക്ക് അരിഞ്ഞതുപോലെ കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെയും എടുക്കാം. അരിയാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. പച്ചയ്ക്ക് നല്ല പുളിയും അതുപോലെ പഴുത്താലും നല്ല മധുരമായിരിക്കും കേട്ടോ ഈ ഒരു ചതുരപ്പുളിക്ക്. അതുമാത്രമല്ല, ഇത് നമുക്ക് ഉപ്പിലിട്ടും വെക്കാവുന്നതാണ്. പച്ചയ്ക്കും ഉപ്പിലിടാം. അതുപോലെ ആ ഒരു പഴുത്ത് വരുന്ന സമയമുണ്ടല്ലോ, അതായത് ഓവർ പഴുപ്പല്ല, ആ ഒരു പഴുപ്പ് വരുന്ന ആ ഒരു സമയത്ത്, ആ ഒരു യെല്ലോ കളറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉപ്പിലിട്ട് വെക്കാം. അതിനും നല്ല ടേസ്റ്റാണ്. ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ സീഡൊന്നും കളയണമെന്നില്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം അതിൻ്റെ സീഡ് കളഞ്ഞാൽ മതി. ഒരുപാട് വീടുകളിൽ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. എല്ലാവരും പഴുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഇനി മുതൽ നിങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട. ഇത് പച്ചയാവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പറിച്ച് അച്ചാറിടാവുന്നതാണ്. പിന്നെ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ കൂടെ മാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് അച്ചാറിടുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇപ്രാവശ്യം മാങ്ങ ഒരുപാട് അച്ചാറിട്ട് വെച്ചതുകൊണ്ട് ഇപ്രാവശ്യം സ്റ്റാർ ഫ്രൂട്ട് മാത്രം ഇട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. മാങ്ങ ഇടുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ വേണം ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട്. അതായത് സ്റ്റാർ ഫ്രൂട്ട് നിങ്ങൾ എത്ര അളവിലാണോ എടുത്തത് സെയിം അത്രയും അളവിൽ മാങ്ങയും എടുക്കുക. ഒരു ഇത്തിരി അളവ് കൂടിയാലും കുറയരുത് കേട്ടോ. മാങ്ങ സെയിം അളവിൽ തന്നെ നിങ്ങൾ മാങ്ങ എടുക്കുക, എന്നാലാണ് ടേസ്റ്റ് ഒന്നും കൂടി കൂടുക. ഞാനിതാ സ്റ്റാർ ഫ്രൂട്ട് ഇവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് അത് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം വേണം കേട്ടോ ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അരിഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് കൊണ്ടുപോയിട്ട് കഴുകരുത്. പിന്നെ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഒരു 2 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം അടുപ്പത്തേക്ക് ഒരു വട്ടച്ചമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക, പെട്ടെന്ന് കേടുവരും. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, ഇത് 3 കൂടിയാണ്. വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. ഈ പ്രാവശ്യം ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി ആ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് തീ കൂട്ടിയിടരുത് കേട്ടോ, ചെറിയ തീയിൽ വേണം ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട്. പിന്നെ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ പച്ചമുളക് ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. ഒരു 5 പച്ചമുളക് നടു കീറിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 സ്പൂണ് ചുവന്ന മുളകുണ്ടല്ലോ, അതായത് സാദാ കറി വെക്കുന്ന മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ കാശ്മീരി മുളക് പൊടി, അതുപോലെ അച്ചാറും പൊടി, ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഒരു 1.25 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി 1 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള കായപ്പൊടിയാണ്. എപ്പോഴും കായപ്പൊടി ചേർക്കുന്ന സമയത്ത് കൂടിപ്പോവരുത് കേട്ടോ.
പിന്നെ ഞാൻ ചേർത്തേക്കുന്നത് 1.5 സ്പൂണോളം കടുകാണ്. കടുക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പരിപ്പ് എടുത്തിട്ട് അതാണ്. പിന്നെ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചത് 1 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഓൾറെഡി നമ്മൾ അതിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചെമ്പിലേക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് കത്തിക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചില ആളുകൾക്ക് വിനാഗിരി ചേർക്കുന്നത് വലിയ താല്പര്യമില്ല. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം മാത്രം ഒഴിച്ചിട്ടും അച്ചാർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ എന്തായാലും കുറച്ച് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ തിളച്ച 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അതിൻ്റെ മുന്നേ നമുക്കിതിലൊരു 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അതായത് ഈ അച്ചാർ പെട്ടെന്ന് കേട് വരാതിരിക്കാനും അതിനൊന്നും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ഒരു 1/2 കഷ്ണം ശർക്കര ഈ ഒരു അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണ് പഞ്ചസാരയാണ്. പഞ്ചസാര 1 സ്പൂണ് ഞാൻ ചേർക്കുന്നുണ്ട്. അച്ചാർ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാതിരിക്കാനും അതുപോലെ അച്ചാറിന് ടേസ്റ്റ് കൂടാനുമാണ്. ഞാൻ എപ്പോൾ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും ആ ഒരു അച്ചാറിൽ 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ പഞ്ചസാര ഞാൻ ചേർക്കാറുണ്ട്. ശർക്കര ഞാൻ എല്ലാ അച്ചാറിലൊന്നും ചേർക്കാറില്ല. അപ്പോൾ എന്താ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച സ്റ്റാർ ഫ്രൂട്ട് അഥവാ ചതുരപ്പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചതുരപ്പുളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ചതുരപ്പുളി മുഴുവനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ചതുരപ്പുളിക്ക് അത്യാവശ്യം പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങളങ്ങനെ ഒരുപാട് വിനാഗിരി ഒഴിച്ച് കൊടുക്കണമെന്നില്ല. ഇനി വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ചില ആളുകൾക്കൊന്നും വിനാഗിരിനോട് വലിയ താല്പര്യമല്ല, അത് ശരിയാണ് കേട്ടോ. അതായത് സ്ഥിരമായിട്ട് അച്ചാർ കൂട്ടി ചോറ് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അതിൽ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ വിനാഗിരി ഇട്ട അച്ചാർ ഡെയിലി കൂട്ടുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലേ. അങ്ങനെയുള്ള ആളുകൾ വിനാഗിരി സ്കിപ്പ് ചെയ്യുക, പകരം ചൂടുവെള്ളം ഉപയോഗിക്കുക. ഇനി ചൂടുവെള്ളം ഉപയോഗിച്ചാൽ അച്ചാർ കംപ്ലൈൻറ്റ് വരുമെന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇതിൽ ഞാൻ അച്ചാറും പൊടി ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാറും പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ പൊതുവേ അച്ചാറും പൊടി ചേർക്കാറില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അച്ചാർ ബോട്ടിലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നനഞ്ഞ സ്പൂണ് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ നനഞ്ഞ സ്പൂണ് ഉപയോഗിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരിക, അച്ചാർ കേട് വരിക. അങ്ങനെ ഇതാ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാണുന്നത് പോലെയല്ല, കാണാനും ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് അഥവാ ചതുരപ്പുളി ഉപയോഗിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കി നോക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഈ ഒരു അച്ചാർ ആ ഒരു പാത്രത്തിൽ നിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കടുക് ഇങ്ങനെ പൊടിച്ച് നമ്മൾ പരിപ്പ് എടുക്കല്ലോ, ആ പരിപ്പ് ഞാനൊരു സ്പൂൺ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കടുക് ചേർക്കുമ്പം അച്ചാർ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. ഇനി കടുക് പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്ലസ് ഇതിൻ്റെ കൂടെ നല്ല പുളിയുള്ള മാങ്ങയും കൂടി മിക്സ് ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറ് കഴിക്കാൻ പിന്നെ യാതൊരു കറികളുടെ ആവശ്യമില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. എന്നെപ്പോലെ ചതുരപ്പുളി അഥവാ സ്റ്റാർ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളും അച്ചാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു അച്ചാർ ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റണം. കഴിയുന്നതും പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കാതിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക. ഓക്കെ, ബൈ.